നിലാവേ വാ. മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ. ഉത്രാടപ്പൂ നിലാവേ വാ. മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ. ഉത്രാടപ്പൂ നിലാവേ വാ. കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ. കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ. മണിച്ചിങ്ങം മാലയാക്കി അണിഞ്ഞുവല്ലോ പുലരുന്ന പൊന്നോണത്തെ പുകഴ്ത്തുന്ന പൂവനങ്ങൾ. പുതയ്ക്കും പൊന്നാടയായി നീ വാ വാ വാ. ഉത്രാടപ്പൂ നിലാവേ വാ. മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ. ഉത്രാടപ്പൂ നിലാവേ വാ. കന്നിക്കൊയ്ത്തിനു കാത്തിരിക്കും പാടമുണർന്നല്ലോ, നെല്ലിൻ പാടമുണർന്നല്ലോ. കന്നിക്കൊയ്ത്തിനു കാത്തിരിക്കും പാടമുണർന്നല്ലോ, നെല്ലിൻ പാടമുണർന്നല്ലോ. മണ്ണിൻ മനസ്സിൽ വിടർന്ന കതിരുകൾ ചിരിച്ചു നിന്നല്ലോ, കനകം കൊരുത്തു തന്നല്ലോ. ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലേ, വെൺമേഘ കസവാലേ. മഴവില്ലിൻ മലർമുടിയിൽ ചൂടി മധുഹാസം തൂകി, അവൾ മധുഹാസം തൂകി. നമസ്കാരം. നമ്മുടെ ഓണാഘോഷ പരിപാടികൾ ഇവിടെ തുടക്കം കുറിക്കാൻ പോവുകയാണ്. ഈ കോവിഡ് കാലത്തുള്ള ഒരു ഓണം വളരെ ലളിതമായിട്ട് ആ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പരിമിതികളുണ്ടാവും, അതിൻ്റെ അകത്ത് നിന്ന് സഹകരിച്ച് നമ്മൾ ഈ ഓണാഘോഷം, നമ്മുടെ വീനസ് ലൈബ്രറിയുടെ ആഘോഷം വളരെ ഗംഭീരമാക്കാൻ എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ യോഗത്തിലേക്ക്, ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിനു വേണ്ടി നമ്മളുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള നമ്മളുടെ കൗൺസിലറും ഈ വീനസ് ലൈബ്രറിയുടെ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ CA ഷക്കീർ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ ഓണ ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുന്നതിനായി ലൈബ്രറി കമ്മിറ്റി അംഗം ശ്രീ CA സുധീറിനെ ക്ഷണിച്ചോളൂ. നമസ്കാരം. വളരെ പരിമിതികളിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഓണാഘോഷം നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് കോവിഡിൻ്റെ എല്ലാ പ്രോട്ടോക്കോളും നമ്മൾ പാലിച്ചുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഓണാഘോഷമാണ്. അതിലെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ ഓരോരുത്തരോടും ഞാൻ എൻ്റെ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. എൻ്റെയും വീനസ് ലൈബ്രറിയും സ്വാഗതം അറിയിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം ഓണപരിപാടികൾ നടത്തിയിട്ടുള്ള
ഇവിടെ നമ്മളൊന്ന് ഫോട്ടോ പ്രദർശിപ്പിച്ചാൽ നമുക്കറിയാൻ കഴിയും. ഏതാണ്ട് രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെയാണ് നമ്മുടെ ഓണപരിപാടികൾ ഇവിടെ നടത്താറുള്ളത്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു ഓണപരിപാടി എന്ന് പറയുന്നത് ഇവിടെ നമ്മളെല്ലാവരും ഈ പ്രദേശത്ത് താമസിക്കുന്നവരാണ്. നിങ്ങളുടെ എല്ലാം മനസ്സിൽ ഓണം എന്ന് കേൾക്കുമ്പോൾ അശോക റോഡിലുള്ള രാംദാസ് ബിൽഡിങ്ങിൻ്റെ മുമ്പിലുള്ള ഒരു പറമ്പ് ഓർക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ കാലഘട്ടത്തിൽ എൻ്റെ വീട് ദേശാഭിമാനി മൈക്രോ സ്റ്റേഷൻ്റെ മുമ്പിലാണെങ്കിലും ഈ അശോക റോഡ് രാംദാസ് ബിൽഡിങ്ങിൻ്റെ അവിടെ വരുന്നത് ഓണത്തിന് മാത്രമാണ്. അത്രയും ദൂരമായിട്ടാണ് ആ കാലഘട്ടത്തിൽ നമ്മളെല്ലാം വീടുകളിൽ ജീവിച്ചുകൊണ്ടിരുന്നതും യാത്ര ചെയ്യുന്നതുമെല്ലാം. അശോക തിയേറ്ററിൽ പോലും ചിലപ്പോൾ ഒറ്റക്ക് പോകാറില്ല. ഇന്നത്തെ കുട്ടികൾ ഭാഗ്യവാന്മാരാണ്. ലോകം മുഴുവനും മാതാപിതാക്കൾ അവരെ കറങ്ങാനും സഞ്ചരിക്കുവാനും വേണ്ടി ഒറ്റക്ക് വിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മളിരിക്കുന്നത്. ഞാൻ ഈ രാംദാസ് ബിൽഡിങ്ങിൻ്റെ മുമ്പിലുള്ള സ്ഥലം പറയാൻ കാര്യം, ഞാൻ കൗൺസിലറായിരിക്കുന്ന ഒരു സമയത്ത് ഓണത്തിൻ്റെ പരിപാടി വെച്ചപ്പോൾ ആദ്യം ഞങ്ങൾ ആലോചിച്ചത് കൈകൊട്ടിക്കളിയാണ്. കലച്ചിച്ച് ഓർക്കുന്നുണ്ടാവും. അന്ന് കൈകൊട്ടിക്കളി ഇവിടെ തൊട്ടടുത്തുള്ള പറമ്പിൽ കൈകൊട്ടിക്കളി പ്ലാൻ ചെയ്ത് വെച്ച് ആ കൈകൊട്ടിക്കളി കണ്ടു നിന്നവരെല്ലാം പറഞ്ഞ് ഞങ്ങളെല്ലാം ഇപ്പോഴാണ് ഓണം എന്നുള്ളൊരു കാര്യം മനസ്സിലേക്ക് വന്നത്. കാരണം ഇന്നത്തെ കഴിഞ്ഞാൽ ഓണത്തിൻ്റെ അന്ന് നമ്മളെല്ലാവരും രാവിലെ 10 മണി TV തുറന്നാണ് TV-യിൽ ആണ് ഓണം കാണുന്നത്. പിന്നെ ഇന്നിപ്പോൾ എല്ലാ കുടുംബങ്ങളിലും സഹോദരന്മാരും സുഹൃത്തുക്കളും വരലൊക്കെ കുറവായിരിക്കും ഈ കോവിഡിൻ്റെ മാനദണ്ഡം ഉള്ളതുകൊണ്ട്. പക്ഷെ ആ കാലഘട്ടങ്ങളിലെ പഴയ കാലഘട്ടങ്ങൾ ഓർക്കുവാൻ ഈ കോവിഡ് മഹാമാരി ഉള്ളപ്പോൾ പോലും നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഓണം ആഘോഷം നടത്തണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ചെറിയ രീതിയിൽ നമ്മൾ ഇന്നിവിടെ ഓണം ആഘോഷിക്കുന്നത്. ഞാനത് സൂചിപ്പിക്കാൻ കാര്യം, നിങ്ങൾ ഓരോരുത്തരും വന്ന് 2 മിനിറ്റ് നിങ്ങളുടെ ഓണത്തിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം ഇവിടെ പറയണമെന്നാണ് ആദ്യമായി ലൈബ്രറിയുടെ പ്രധാനപ്പെട്ട പ്രസിഡന്റ് കുക്കനുമടക്കം എന്നോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ സ്വീകരിച്ച് 2 മിനിറ്റ് എന്നുള്ളത് 3 മിനിറ്റ് ആകാതെ എല്ലാവരും അവരുടെ മനസ്സിലുള്ള കുട്ടിക്കാലത്തെ ഓണത്തിനെ കുറിച്ചൊന്ന് പറയുക. നമുക്ക് കുറച്ച് പരിപാടികളും ആ കൂട്ടത്തിൽ സദ്യ വരും. താഴ്ത്തുപോയി സദ്യ ഉണ്ണും. അതിൻ്റെ കൂട്ടത്തിൽ തിരുവാതിര ഉണ്ട്, രഞ്ജന അവതരിപ്പിക്കുന്ന ബ്രേക്ക് ഡാൻസ് ഉണ്ട്, രഞ്ജനും ലക്ഷ്മിയും കൂടി സെപ്പറേറ്റ് ഒരു ഡാൻസ് ഉണ്ട്, ജോഷി ഷീല അവതരിപ്പിക്കുന്ന ഡാൻസ് ഉണ്ട്. അങ്ങനെ എല്ലാവരും അവതരിപ്പിക്കുന്ന, നിങ്ങൾ അത്ഭുതപ്പെടുന്ന താഹിറും ഷംനാസിൻ്റെയും കൂടി ഡാൻസ് ഉണ്ട്. വീനസ് ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ ഒരു സ്പെഷ്യൽ ചടങ്ങ് കൂടി വെച്ചിട്ടുണ്ട്. അത് 1-2 കാര്യങ്ങളാണ്. ഒന്ന്, നാട് മുഴുവനും ഈ കോവിഡ് പ്രതിരോധവും അതുപോലെ തന്നെ കോവിഡ് മഹാമാരി വന്ന സമയത്തെല്ലാം നേഴ്സുമാരെയും അതുപോലെ തന്നെ ഡോക്ടർമാരെയും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരടക്കം എല്ലാവരെയും എല്ലാ സംഘടനകളും വിളിച്ച് ആദരിക്കുമ്പോഴും നമ്മൾ ഒരു വിഭാഗം ആളുകളെ മറന്നുപോകുന്നു എന്നൊരു തോന്നൽ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ വീനസ് ലൈബ്രറി 72-ാം ഡിവിഷനിലെ എല്ലാ പ്രദേശങ്ങളും കോവിഡ് രോഗികളുള്ള വീടുകൾ ഉൾപ്പെടെ കയറി ക്ലീൻ ചെയ്യുന്ന, എന്നാൽ അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന് അർഹതപ്പെട്ട ഒരു ശമ്പളം പോലും മേടിക്കാൻ കഴിയാത്ത രീതിയിൽ സ്ഥിരമായി ജോലിയില്ലാത്ത അവരെ നമ്മൾ കണ്ടെത്തുക. 5 നമ്മുടെ ശുചീകരണ പ്രവർത്തന തൊഴിലാളികൾ ഇവിടെ എത്തിയിട്ടുണ്ട്.
ആദ്യമായി അവർക്ക് 5 പേർക്കും നമ്മൾ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്ന ചടങ്ങാണ്. ആദ്യമായി ബിനീഷ് എന്ന നമ്മുടെ തൊഴിലാളിക്ക് വീനസ് ലേബറുടെ പ്രസിഡന്റ് ശ്രീ NB ജോഷി സെക്രട്ടറി കിറ്റ് വിതരണം നടത്തിയത്. ബിനീഷ്. രണ്ടാമതായി ഡയാന ക്ഷണിച്ചോളൂ. ഡയാനക്ക് കിറ്റ് വിതരണം ചെയ്യുന്നതിനായി ശ്രീ കലാമോഹനെ ക്ഷണിച്ചോളൂ. ഷൈജക്ക് എന്തായാലും അർഹതപ്പെട്ടത് ജിമിനി തന്നെയാണ്. കാരണം ജിമിനി കൗൺസിലർ ആയിരിക്കുമ്പോഴാണ് ഷൈജ ഇവിടെ വരുന്നത്. നമ്മുടെ മുൻ കൗൺസിലർ ജിമിനിയെ ക്ഷണിച്ചോളൂ. ശ്രീജനെ കിറ്റ് വിതരണം ചെയ്യുന്നതിനായി ശ്രീ രഞ്ജനെ ക്ഷണിച്ചോളൂ. അമലിന് കിറ്റ് വിതരണം ചെയ്യുന്നതിനായി ശ്രീ കുട്ടനെയും ആന്റണി അന്തിക്കാടിനെയും ക്ഷണിച്ചോളൂ. വേറെ പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നുമില്ല. ഇനി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചടങ്ങുകളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആദ്യമായി മുൻ കൗൺസിലർ ജിബിലി തന്നെ ഓണത്തിനെ കുറിച്ച് 2 വാക്ക്, 2 മിനിറ്റ്. എല്ലാവർക്കും ഓണാശംസകൾ, ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ആദ്യമായി നമുക്ക് ഈ വേദി ഒരുക്കി തന്ന നമ്മുടെ കൗൺസിലറും ഈ വീനസ് ലൈബ്രറിയുടെ പ്രസിഡന്റുമായിട്ടുള്ള ഷക്കീർക്കയ്ക്ക് നന്ദി പറയുകയാണ്. നമ്മുടെ വനിതകൾക്കാണ് കൂടുതൽ പരിഗണന കൊടുത്തുകൊണ്ട് പല പരിപാടികളും ഇവിടെ നടത്തുന്നുണ്ട്. അതിലൊക്കെ ഉദാഹരണമാണ് ഷീല ചേച്ചി, ശ്രീഷ, സതീഷ്, കുട്ടൻ, അതിനെല്ലാവരും സംസാരിക്കാത്ത എല്ലാവരും നന്നായിട്ട് മൈക്കിൽ സംസാരിച്ച്. പിന്നെ ശീതള്, ഇവരൊക്കെ ഞങ്ങളുടെയൊക്കെ തിരുവാതിരയുമുണ്ട്. അപ്പം എല്ലാവരും നന്നായിട്ടാണ് പ്രാക്ടീസ് ചെയ്ത് വന്ന് അതിന് വീനസ് ലൈബ്രറിക്ക് പ്രത്യേകം ഒന്നും കൂടി നന്ദി പറയുകയാണ്. പിന്നെ എൻ്റെ ചെറുപ്പത്തിലുള്ള ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഗ്രാമപ്രദേശത്താണ് ജനിച്ചത്. ഞങ്ങൾ 1-ാം ഓണത്തിൻ്റെ അന്ന് രാവിലെ കോടി ഉടുത്തുകൊണ്ട് പുഴയിൽ പോയി കുളിച്ച് വന്ന് അതിന് ശേഷമാണ് ഓണപ്പൂക്കളിടുന്നത്. തലേ ദിവസമേ എല്ലായിടത്തുനിന്നും പോയി പൂക്കളൊക്കെ പറിച്ച് കൂട്ടി വെച്ച് രാവിലെ അത് മുറ്റമൊക്കെ അടിച്ച്, അന്ന് ചാണാൻ മെഴുകി ആ ഭാഗത്താരും ചവിട്ടില്ല, അങ്ങനെ മെഴുകി അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പൂവിടണത്. അതൊക്കെ ഇപ്പോഴും നല്ലൊരു ഓർമ്മയായിട്ടിരിക്കണേന്ന്. അതേപോലെ ആയിരിക്കും മിക്കവർക്കും. ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഞാൻ ഇത്തിരി കൂടി വ്യത്യസ്തമായ ഓണം കണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ നമ്മളെല്ലാം പൂവൊക്കെ വാങ്ങുകയാണ് ചെയ്യണത്. വാങ്ങി ഒരു ഇൻസ്റ്റന്റ് ഓണം, ചിലപ്പോൾ റെഡി മേടിക്കും, എല്ലാം മേടിച്ച്. സദ്യ ഒരിക്കലൊന്നുമില്ല. ഞങ്ങൾ ഒരാഴ്ചത്തേക്ക് മുന്നേ തന്നെ ഞങ്ങൾ ഇതിപ്പോൾ പച്ചക്കായൊക്കെ ആണെങ്കിൽ പൊരിക്കലും അതൊക്കെ ചെയ്യും. അതൊക്കെ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഇഞ്ചിക്കറിക്കൊക്കെ 2-3 ദിവസം മുന്നേ എടുത്ത് ഉണ്ടാക്കി വെക്കും. അങ്ങനെ ഒത്തിരി ഓർമ്മകളുണ്ട്. ഇനി ബാക്കിയുള്ളവരെല്ലാവരും കൂടി കൂടുമ്പോൾ നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ഓണം വരും. ഇത്രയേ ഉള്ളൂ. 2 അല്ല 3 മിനിറ്റ് ആയിരുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസ. അടുത്തതായി ഷാജഹാനെ ക്ഷണിച്ചോളൂ. എൻ്റെ ചെറുപ്പത്തിലെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇപ്പോൾ മുൻ കൗൺസിലർ ശ്രീമതി ജെമിനി പറഞ്ഞ പോലെ ഒക്കെ തന്നെയായിരുന്നു. മീൻസ് ഞങ്ങൾ പൂക്കളം, എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒന്ന് നാരായണൻ ചേട്ടൻ്റെ വീട്, പിന്നെ ജയറാം ചേട്ടൻ്റെ വീട്, പിന്നെ ശോഭ ചേച്ചിയുടെ വീട്, അങ്ങനെ പറയും. അപ്പോൾ ഹിന്ദു ഉള്ളതിൻ്റെ ഞാൻ മിക്കവാറും ആ വീട്ടിലായിരിക്കും ചെറുപ്പത്തിലേക്ക്. അവിടെ പറമ്പുകളിൽ കളിച്ച് നടന്നു. ഇപ്പോൾ ഓണം വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഓണം വന്നതിൻ്റെ തലേദിവസം ഞങ്ങൾ ചെറിയ ഒരു ഇതൊക്കെ ബാഗും ഇതൊക്കെ ആയിട്ട് ഒരു ഓലയുടെ കൊട്ടൊക്കെ ആയിട്ട് നമ്മുടെ സ്റ്റേഡിയം ഭാഗത്തോട്ട് പോകും. അന്ന് സ്റ്റേഡിയം ഇല്ല, അന്ന് അവിടെ പാടവും ഇതൊക്കെയാണ്. അവിടെ ഇഷ്ടംപോലെ തുമ്പപ്പൂവും മുക്കൂറ്റി ഒക്കെ കാക്കപ്പൂവും. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ശേഖരിച്ചിട്ട് അവരുടെ അപ്പം ബിജുവിന് 2 സിസ്റ്റേഴ്സ് ഉണ്ട്, ജയാരമ്മ. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഞങ്ങൾ ആ ബിജുവിൻ്റെ വീട്ടിലാണ് ഈ പൂക്കളം ഇടുന്നത്. അപ്പോൾ 10 ദിവസം ഇടും. തിരുവോണത്തിൻ്റെ അന്ന് ഓണത്തപ്പൻ വെക്കുന്ന ഓർമ്മകളും, പിന്നെ അവിടത്തുള്ള സദ്യയും. ഞങ്ങളുടെ റംസാനൊക്കെ വരുമ്പോൾ അവരും എൻ്റെ വീട്ടിൽ വന്നിട്ടൊക്കെ ഭക്ഷണം ഭയങ്കര ഒരു ഊഷ്മളത ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഗ്രാമപ്രദേശത്തിൽ മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്നു അത്. പക്ഷെ ഇപ്പം അത് മാറി. ഈ നേരത്തെ നമ്മുടെ കൗൺസിലർ പറഞ്ഞ പോലെ നമ്മൾ TV-യുടെ വലിയ ഉപദ്രവം, മൊബൈൽ ഫോണിൻ്റെ ആക്രമണം, ഇതൊക്കെ കൊണ്ട് നമ്മൾ പലതും മറന്നു പോകുന്നു, വിട്ടുപോകുന്നു. അത് അനുഭവിച്ച അവസാനത്തെ തലമുറയായിരിക്കും നമ്മളെ.
ഇതിനുശേഷമുള്ള തലമുറക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. പക്ഷെ അവർ വേറെ ഒരു കാറ്റഗറിയിലാണ് പോകുന്നത്. എന്തായാലും നല്ല ഓർമ്മകൾ മനസ്സിൽ നിലനിൽക്കുന്നു. എല്ലാവർക്കും ഓണാശംസ. ആകാശഗോപുരം പൊന്മണിമേടയാ അഭിലാഷഗീതകം സാഗരമാ ആകാശഗോപുരം പൊന്മണിമേടയാ അഭിലാഷഗീതകം സാഗരമാ One
ചെറുപ്പത്തിൽ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള കളികളൊന്നുമില്ല, വീടിൻ്റെ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലുള്ള കളികളേ ഉള്ളൂ. കാരണം ചേച്ചിമാരായിട്ട് ഞാൻ 10 വയസ്സും 7 വയസ്സും ഏജ് ഡിഫറൻസ് എല്ലാം കാരണം ഒറ്റയ്ക്കായിരുന്നു ഓണം. പൂക്കളിടും. പിന്നെ തിരുവോണത്തിൻ്റെ തലേന്ന് പായസത്തിൻ്റെ തേങ്ങ പിഴിഞ്ഞത് കിട്ടുമ്പോൾ അതിൽ ഉജാല മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കളർ വെച്ചുള്ള പൂക്കൾ ഒരുക്കും. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ അന്ന് ദൂരദർശൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സിനിമകൾ കാണുന്നുള്ള അതായിരുന്നു ഏറ്റവും ഹൈലൈറ്റ് എന്നിട്ടാ. പിന്നെ അതിനുശേഷം രഞ്ജൻ്റെ ഒപ്പം വന്നപ്പോഴാണ് ഇതേപോലെ തിരുവാതിരക്കളികളും ഇങ്ങനെയുള്ള ഓണങ്ങൾ ആഘോഷിക്കാൻ തുടങ്ങിയത്. അതിനുള്ള ഓണം വീട്ടിൽ മാത്രം വരുന്നത്. അന്ന് പുറത്തൊന്നും പോകില്ല. അത് കഴിഞ്ഞ ശേഷം അമ്മയുടെ വീട്ടിലൊക്കെ പോകും. രഞ്ജേട്ടൻ്റെ ഒപ്പം വന്ന ശേഷമാണ് ഓണം പുറത്ത് ആഘോഷിക്കാൻ തുടങ്ങിയത്. നമസ്കാരം. കിളി ഒരുപാൽ കടൽ കിളി ഓണമായിത തിരുവോണമായിത പാടിയാടുക പുനർമേടുന്നിവ തോന്നുള്ളിവ പലക്കാടുക കാപ്പിലാകലി കാപ്പിനുള്ളിൽ ഒരുപാൽ കടൽ കിളി ഓണനാളിൽ കടലൊന്നു ചൊല്ലുക. ഒരുപാൽ കടൽ കിളി ഓണമായിത തിരുവോണമായിത മലകൾ ഒന്നാക ചാർത്തുകയാമണി പൊന്നാല കേൾക്കുകയാ നിനക്കൊരാൾ കാഴ്വന്ന പൈകിളി ഈ മണ്ണിൻ ബാപ്പീനത്തിൽ നീയോ ദിനാവിൻ മോളുന്നു പദവരയും ഇനിയെ പറന്നു പാടുക ഇതുവഴി പാതിരാക്കിളി ഒരുപാൽ കടൽ കിളി ഓണമായിത തിരുവോണമായിത പാടിയാടിവ പുലർമേടിറങ്ങിവ പൂവുള്ളിവ മരക്കാടിലൂരവ കാട്ടിലാകുമി മുഴക്കാട്ടിനുള്ളിലും ഓണമില്ലിലും ഒരുപാൽ കടൽ കിളി ഓണനാളിൽ കഥയൊന്നു ചൊല്ലുക. രഞ്ജൻ ലക്ഷ്മി അവതരിപ്പിക്കുന്ന പാട്ട്. നീയും കാണുന്നുണ്ടോ
വന്നു നാം രണ്ടാളും ഇരുവഴിയേ വരെ പോരേണം നീ കൂടെ ഇനിയൊഴുകാം ഒരു വഴി. നീയും കാണുന്നുണ്ടോ? ഈ വഴിയെ വരും നറുമഴയും ഇളവെയിലും ഈ വനി മുഴുവൻ ഹിമമണിയും ഇലപൊഴിയും ഇതുവഴി പോയിടും ഇത് ഫലമെന്നാലും ഇതുവഴി പോയിടും ഇത് ഫലമെന്നാലും മാനസമാകെ നമ്മൾ നീയും വസന്തം മായരുതൻ 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 പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? പനിമഴതൻ പുഴയൊഴുകും വഴിയരികിൽ മുകിലുകളാ കിളികളുമായി കഥ പറയാ ചുവടുകളൊന്നാകും പ്രിയതര സഞ്ചാരം ചുവടുകളൊന്നാകും പ്രിയതര സഞ്ചാരം ഈ വഴി നീളെ താഴമ്പൂക്കൾ ചേരോടെ തൂകുവതാരോ ആലുളി പോലെ തൂകുവതാരോ ആലുളി പോലെ പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? വന്നു നാം രണ്ടാളും ഇരുവഴി പോരേണം നീ കൂടെ ഇനിയൊഴുകാം ഒരു വഴി. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? അപ്പൊ എന്റെ ഓർമ്മയിലെ ഓണം, അപ്പൊ ഞാൻ കൂടുതലും ഓണം ആഘോഷിച്ചേക്കണത് ഇപ്പൊ എന്റെ രാജ്യം അങ്ങനെ കുറച്ച് പേരുടെ കോമൺ ഫ്രണ്ട് ഉണ്ട് വിപിൻ. അവന്റെ വീട്ടിലാണ് കൂടുതലും ഓണം ആഘോഷിച്ചേക്കണതെങ്കിലും ഈ ഓണ നാള് വരുമ്പോ എന്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ തരംഗണിയുടെ കുറെ പാട്ടുകളുണ്ട്. അതൊക്കെ എല്ലാ സ്ഥലത്തും ആ പാട്ടുകൾ കേട്ട് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലൊരു ഓണം വന്ന് തുടങ്ങും. പിന്നെ ആ ഓണത്തിന്റെ അന്ന് ഞാൻ കാലത്ത് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തേക്കണ ഇതുപോലുള്ള ആഘോഷങ്ങൾ മിസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അന്നത്തെ ദിവസം എങ്ങനെ വന്നാലും ഒരു വാടകയിട്ടിട്ട് അതിലൊരു സദ്യ കഴിക്കല് ഒരു വലിയൊരു ആഗ്രഹമാണ്. അപ്പൊ ഞങ്ങള് അങ്ങനെ ഹോട്ടൽ കണ്ടെത്തി അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ച് അന്ന് രാത്രി എല്ലാവരും കൂടി ഓണപ്പാട്ട് പാടി ഓണത്തല്ല് തല്ലി അങ്ങനെ ഒരു പ്രവാസ ജീവിതത്തിലും സന്തോഷിച്ച് ഇവിടെയും സന്തോഷിച്ച് ഈ 2-3 കൊല്ലമായിട്ട് നമ്മൾ തന്നെ ഒഴിവാക്കിയിരിക്കുന്ന ആഘോഷങ്ങളിൽ നിന്നൊക്കെ നമ്മളോട് ചെറിയ രീതിയിലുള്ള ഈ ഓണാഘോഷം ഒരു വലിയൊരു എന്താ പറയേണ്ടത് നല്ലൊരു സദ്യയായിട്ട് തന്നെയാണ് എനിക്ക് ഇന്നും തോന്നുന്നത്. എൻ്റെ മറന്നുപോയ ഓണങ്ങളെല്ലാം ഇന്നും വീണ്ടും പൂത്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.
ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, എങ്ങോ പിറന്നു പണ്ടിളം മൂളം കൂട്ടി. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. മണിത്തെന്നലും തരും കുഞ്ഞുമ്മ കൈമാറിയും, വേനൽ കുരുന്നിൻ്റെ തൂവലായി തൂവാലകൾ തുന്നിയും, പാടാത്ത പാട്ടിൻ്റെ ഈണങ്ങളെ തേടുന്ന കാറ്റിൻ്റെ ഓളങ്ങളിൽ, ഉള്ളിൻ്റെ ഉള്ളിലെ നോവിൻ്റെ നമ്പരം ഒരു നാളിൽ സംഗീതമാ, പുല്ലാങ്കുഴൽ നാദമാ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ികൾ പൂത്തുലഞ്ഞിടും മേച്ചിൽ പുറം തന്നിലും, ആകാശക്കൂടാര കീഴിലെ ആശാമരച്ചോട്ടിലും, ഈ പാഴ്മുളം തണ്ട് പൊട്ടും വരെ, ഈ ഗാനമില്ലാതെയാകും വരെ, കുഞ്ഞാടുകൾക്കെന്നും കൂട്ടായിരുന്നിടും ഇടയൻ്റെ മനമാകുമീ പുല്ലാങ്കുഴൽ നാദമാ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, എങ്ങോ പിറന്നു പെണ്ടിളം മൂളം കൂട്ടി. കല്യാണം കഴിയല്ല കുടിവാങ്ങാൻ കാത്തില്ല കൊല്ല പെണ്ണു വേണ്ട ജാനകി ഞാനും വേണ്ട പൊന്നമ്മണി ഇരം കൊടുത്താമതി
ഓണപ്പൂവേ പൂവേ പൂവേ കോവൽ പൂവേ 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 നീ തേടും മനോഹര ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 അന്തർദാഹ സംഗീതമായി സന്ധ്യാപുഷ്പ സൗരഭമായി അന്തർദാഹ സംഗീതമായി സന്ധ്യാപുഷ്പ സൗരഭമായി അനുഭൂതികൾ പൊന്നിതളിതളായി അഴകിൽ വിരി ഈരവിധം ഓണപ്പൂവേ പൂവേ കോവൽ പൂവേ നീലിടും മനോഹര ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 വിണ്ണിൽ ദിവ്യശംഖുലികൾ മണ്ണിൽ സ്വപ്നമഞ്ജരികൾ വിണ്ണിൽ ദിവ്യശംഖുലികൾ മണ്ണിൽ സ്വപ്നമഞ്ജരികൾ കവിതൻ ശാരിക കടമൊഴിയായി കരുതേ ചൊരിയും തീരവിത ഓണപ്പൂവേ പൂവേ പൂവേ കോവൽ പൂവേ നീതിടും മനോഹര നിരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 വില്ലും വീണ പൊൻതുടിയും ഉള്ളോർ പെണ്ണിൻ മൺകുടവും വില്ലും വീണ പൊൻതുടിയും ഉള്ളോർ പെണ്ണിൻ മൺകുടവും സ്വരരാഗങ്ങളിൽ ഒഴുകി വരും അമൃതം പകരും തീരമിതം ഓണപ്പൂവേ പൂവേ കോവൽ പൂവേ നീലിടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 താങ്ക് യു
അടുത്തത് രഞ്ജൻ ഡാൻസ് കളിക്കാമോ? അടിപൊളി. ലക്ഷ്മി. ആ രഞ്ജനൻ ലക്ഷ്മി. पहली नजर में कैसा जादू कर दिया, तेरा बन बैठा है मेरा जिया। जाने क्या होगा क्या पता, इस पल को मिलके आज ही ले जरा। मैं हूँ यहाँ, तू है यहाँ, मेरी बाहों में अभी जा। ओ जाने जा दोनों जहां, मेरी बाहों में आ भूल जा। ओ जाने जा दोनों जहां, मेरी बाहों में आ भूल जा। Baby I love you, baby I love you, baby I love you, baby I love you so, baby I love you, oh I love you, I love you, I love you so, baby I love you. कर दिया दीवाना दर्द खास ने, चैन छीना इश्क के एहसास ने। बेख्याली दी है तेरी प्यास ने, शायद जरूर है कुछ तो जरूर है। कर दिया दीवाना दर्द खास ने, चैन छीना इश्क के एहसास ने। बेख्याली दी है तेरी प्यास ने, शायद जरूर है कुछ तो जरूर है। ये दूरियां जीने ना दे, हाल मेरा तुझे न पता। ओ जाने जा दोनों जहां, मेरी बाहों में आ भूल जा। ओ जाने जा दोनों जहां, मेरी बाहों में आ भूल जा। Baby I love you, baby I love you, baby I love you so, baby I love you, oh I love you, baby I love you.